ബഹുമാനപ്പെട്ട വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ രണ്ട് വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിൽ ആദ്യം തന്നെ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ധാരാളം മൂല്യങ്ങൾ പഠിപ്പിച്ചു തന്നു. എൻ്റെ ഈ കൊച്ചു പ്രസംഗത്തിൽ അതെല്ലാം വിശദീകരിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം നിങ്ങളുമായി ഞാൻ പങ്കുവെക്കാം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറയുകയുണ്ടായി, ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും സത്യം മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. അത് പറയുക മാത്രമല്ല അവിടുന്ന് ചെയ്തത്, അത് അവിടുന്ന് ജീവിതത്തിലൂടെ കാണിച്ചു തരികയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശത്രുക്കൾ പോലും സ്നേഹത്തോടെ അൽ അമീൻ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് രണ്ടുവരി പാട്ട് ഞാൻ പാടിത്തരാം. അൽ അമീൻ എന്നാണ് വിളിപ്പേര്, ത്വാഹ നബിയല്ലാഹ് അൽപവും ചെയ്തില്ല വറപ്പോര്, അത്ഭുതം തീർത്തുള്ളൊരു നേതാവ് ഹാത്തിം സ്വല്ലല്ലാഹ് അഹദിനന്ത്യ പ്രവാചകര പൂവ്. ഒരിക്കൽ ഒരു അറാബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, നബിയെ, എനിക്ക് എല്ലാ തെറ്റുകളിൽ നിന്നും ഒരേ സമയം മാറി നിൽക്കാൻ കഴിയില്ല പ്രവാചകരെ. ഏതെങ്കിലും ഒരു തെറ്റിൽ നിന്ന് മാത്രമേ എനിക്ക് മാറി നിൽക്കാൻ കഴിയൂ നബിയെ. ഇത് കേട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ അറാബിയോട് പറഞ്ഞു, നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയരുതെന്ന്. ഈ തെറ്റിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം. ഇത് കേട്ട് അറാബിക്ക് സന്തോഷമായി. കള്ളം പറയാതിരുന്നാൽ മാത്രം മതിയല്ലോ, ബാക്കി എല്ലാ തെറ്റുകളും ചെയ്യാലോ എന്ന് കരുതി സന്തോഷിച്ചു അദ്ദേഹം. അടുത്ത ദിവസം മോഷ്ടിക്കണമെന്ന് കരുതി ഒരു വീട്ടിലേക്ക് പോവുകയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് നബിയുമായിട്ടുള്ള കരാർ ഓർമ്മ വന്നത്. നാളെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മോഷ്ടിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ആ അറാബി മോഷണ ശ്രമത്തിൽ നിന്ന് പിന്മാറി. ഇങ്ങനെ ഓരോ തെറ്റുകൾ ചെയ്യുമ്പോഴും നബിയുമായിട്ടുള്ള കരാർ ഓർമ്മ വരികയും എല്ലാ തെറ്റുകളിൽ നിന്നും പിന്മാറി നല്ല സ്വാലിഹായ മനുഷ്യനായി ജീവിക്കുകയും ചെയ്തു. ഇങ്ങനെയായിരുന്നു നബി